CMAUs അഥവാ സർട്ടിഫൈഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്. ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതുപോലെ മറ്റു പ്രൊഫഷണൽ കോഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ബൈ ഹാർട്ട് സ്റ്റഡീസ് ഒട്ടും റിക്വയർഡ് അല്ലാത്തതുമായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സാണ്. അതുകൊണ്ട് തന്നെ CMA സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു വ്യക്തമായ സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെരി ഈസിലി CMA ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. CMA സ്റ്റഡി പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലക്ക് ഓരോ പാർട്ട് ഓഫ് CMA എക്സാംസിന് വേണ്ടിയിട്ട് എത്ര മന്ത് ഡിവോട്ട് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ഐഡിയലി എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്നത് ഓരോ പാർട്ടിനും 4 മാസമാണ്. ഈ 4 മാസത്തിൽ ഫസ്റ്റ് 2 മന്തിനകത്ത് ഒരു പാർട്ടിനകത്തുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കും പഠിച്ചു തീർക്കണം. ബാക്കി 2 മന്ത്സ് നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. CMA സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അഥവാ ഏറ്റവും ഈസി ആയിട്ടുള്ള ടോപ്പിക്കിൽ തുടങ്ങണം. ഇത് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അടുത്തതായി CMA ടെസ്റ്റ് ബാങ്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. അഥവാ CMA സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കും അതുപോലെ ടെസ്റ്റ് ബാങ്കും ആണുള്ളത്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ടെസ്റ്റ് ബാങ്കിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഈച്ച് ആൻഡ് എവറി പാർട്ടിനും 2500ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അറൗണ്ട് ഒരു 70 to 80% സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് CMA എക്സാമിന് നമ്മൾ പ്രിപ്പയർ ആയി എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണയാണ് നമുക്ക് നൽകുന്നത്. അതുപോലെ റിയൽ CMA എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓരോ പാർട്ടിനും അറ്റ്ലീസ്റ്റ് 2 മോക്ക് എക്സാം അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ മോക്ക് എക്സാമിനകത്ത് 70 to 75% സ്കോർ ചെയ്തിരിക്കണം. CMA എക്സാം പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ചും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. essaysന് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 weeks ബിഫോർ പ്രിപ്പറേഷൻ നടത്തിയാൽ മതിയാവുന്നതാണ്. CMA എക്സാമിൻ്റെ essays ഈസിലി അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടൈപ്പിംഗ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതോടൊപ്പം ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും നമ്മൾ ഈസിലി മാനേജ് ചെയ്ത് പഠിക്കണം.